ഹായ് മക്കളെ, ESR സ്പെക്ട്രോസ്കോപ്പിയുടെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെഷനിൽ നമ്മൾ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിങ്ങിനെ പറ്റിയും അതേപോലെ തന്നെ അവരുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഒന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ? ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം നമുക്ക്. വെൻ ആൻ അൺപെയർഡ് ഇലക്ട്രോൺ, നോക്കിക്കോളെ, വെൻ ആൻ അൺപെയർഡ് ഇലക്ട്രോൺ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, കംസ് ഇൻ വിസിനിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ് പ്രോക്സിമിറ്റി. ഓക്കെ, വിസിനിറ്റി ഓഫ് എ ന്യൂക്ലിയർ സ്പിൻ ഐ, അതായത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ then the electron spin interact with nuclear spin and splits ESR lines further. This is called what? Hyperfine. This is called hyperfine splitting. Maybe നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറഞ്ഞേ? അതായത് മക്കളെ, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ, ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഇതാണ് നമ്മുടെ അൺപെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, അൺപെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ ആരുണ്ട്? യെസ്, ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? ഈ ന്യൂക്ലിയസിന് ഒരു ഐ വാല്യൂ ഉണ്ടാകും. ഓക്കെ, NMR സ്പെക്ട്രോസ്കോപ്പി എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഈ ഐ വാല്യൂ, അതായത് ന്യൂക്ലിയസിന് ഒരു ഐ വാല്യൂ ഉണ്ട്. ഇതിന്റെ പേരാണ് എന്ത്? ന്യൂക്ലിയർ സ്പിൻ. ഓക്കെ, ഇവരെ തമ്മിൽ എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, വെൻ ആൻ അൺപെയർഡ് ഇലക്ട്രോൺ കംസ് ഇൻ വിസിനിറ്റി ഓഫ് എ ന്യൂക്ലിയർ സ്പിൻ, ഓക്കെ, ദെൻ ദ ഇലക്ട്രോൺ സ്പിൻ ഇന്ററാക്ട് വിത്ത് ആര്? യെസ്, ഇത് ഓഫ് കോഴ്സ് ഇതിനൊരു സ്പിൻ ഉണ്ടാകും, ഇന്ററാക്ട് വിത്ത് ന്യൂക്ലിയർ സ്പിൻ ആൻഡ് സ്പ്ലിറ്റ് ESR ലൈൻസ് ഫർദർ. അതായത് മക്കളെ, ഇത്രയും കാര്യം പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ കഴിഞ്ഞ സെഷനിൽ? അതായത് ഇതായിരുന്നു നമ്മുടെ MS. ഓക്കെ, ഡീജനറേറ്റ്, അതായത് നോ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ എന്ത് ചെയ്തു? ഈ സ്പിന്ന്, ഈ ഡീജനറസി എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്നിരുന്നു അല്ലേ? ഇതിന്റെ ഡെൽറ്റ ഇ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, ഇനി ഇതേ കാര്യം ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഇവിടെ വെൻ interact with ന്യൂക്ലിയർ സ്പിന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ESR ലൈൻസ് എന്ത് ചെയ്യും? ഫെർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും നോക്കിയോ? ഇവിടെ നമ്മൾ ഇങ്ങനെ ഫെർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ. റൈറ്റ്, യെസ്, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, യെസ്. പക്ഷേ ഇവിടെ ആരും കൂടെ ഉണ്ട്? ഒരു ന്യൂക്ലിയർ സ്പിൻ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? യെസ്, ഇവിടെ നമുക്ക് എഴുതാം വെൻ ഇന്ററാക്ട് വിത്ത് ന്യൂക്ലിയർ സ്പിൻ. ഒരു മിനിറ്റ്. യെസ്, ഇന്ററാക്ട് വിത്ത് ന്യൂക്ലിയർ സ്പിൻ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ റൈറ്റിങ്സ്? ഇതാ, ഞാനൊന്ന് വീഡിയോ പോസ് ചെയ്യാം. ആൻഡ് ഇന്ററാക്ട് വിത്ത് ന്യൂക്ലിയർ സ്പിൻ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം. ഇതെന്താണ്? ഇവിടെ MS എന്ത് തന്നെയാണ്? MS ഇസ് ആക്ച്വലി -1/2. ഓക്കെ, ഇത് ഈ MS-ഉം എന്ത് തന്നെയാണ്? -1/2. ഓക്കെ, ആൻഡ് ദിസ് ഇസ് MS എന്താണ്? +1/2. ഓക്കെ, പക്ഷേ MIയുടെ വാല്യൂ, ഓക്കെ, മുംബൈ ഇന്ത്യൻസ് അല്ല, MIയുടെ വാല്യൂ നോക്കിക്കോളെ. MIയുടെ വാല്യൂ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യാണ്. ഇതെന്തായിരിക്കും? ഇവിടെ +1/2. ഓക്കെ, +1/2. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. MIയുടെ വാല്യൂ ഇതെന്താണ്? -1/2. MIയുടെ വാല്യൂ, ഓക്കെ, വീഡിയോ ഞാൻ എടുക്കാം. ഓക്കെ, ഈ MIയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? -1/2. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എന്താണ്? ഇത് +1/2. ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഏത് ന്യൂക്ലിയസ് ആണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? അപ്പം ഞാൻ ലെറ്റ്സ് സേ ഇത് ഏത് കേസിനാണ്? H റാഡിക്കൽ ആണെന്ന് വിചാരിക്കുക. അതായത് ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ സ്പിന്നിന്റെ വാല്യൂ എത്രയാണ്? 1/2 ആണെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അതായത് ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്യുന്നു ആരുമായിട്ട്? ഒരു ന്യൂക്ലിയസ് അല്ലേ? അപ്പോൾ ആ ന്യൂക്ലിയർ സ്പിന്നിന്റെ വാല്യൂ എത്രയായിട്ട് എടുക്കുകയാണ് ഞാൻ? 1/2 ആണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, അതാണ് H റാഡിക്കൽ. Hന്റെ എത്രയാണ്? 1/2 ആണ്.
അതേപോലെ ഒരു മിനിറ്റ് ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഇത്രയും എഴുതിയത് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എച്ചിൻ്റെ ന്യൂക്ലിയർ സ്പിൻ വാല്യൂ എത്രയാണ്? 1/2. അതേപോലെ നിങ്ങൾ കുറച്ച് ആളുകളുടെ സ്പീഷീസിൻ്റെ ഐ വാല്യൂയും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. അതായത് എച്ചിൻ്റെതാകുമ്പോൾ ഇപ്പോൾ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ വാല്യൂ ഞാൻ എഴുതാം. നോക്കിക്കോളൂ. എച്ച് റാഡിക്കൽ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ വാല്യൂ ആണ് എഴുതുന്നത്. ഇതെത്രയാണ്? 1/2. ഓക്കെ, H1. ഓക്കെ, ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ആകുമ്പോൾ മക്കളെ ഇത് 1 ആണ്. ഓക്കെ, നൈട്രജൻ 14 എത്രയാണ്? എഗെയിൻ 1 ആണ്. ഓക്കെ, ഫോസ്ഫറസ് 31 എത്രയാണ്? 1/2 ആണ്. കാർബൺ 12 എപ്പോഴും ചോദിക്കും അല്ലേ? ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ കാർബൺ 12ൻ്റെ എത്രയാണ്? 0 ആണ്. പക്ഷേ കാർബൺ 13 വരുമ്പോൾ മാറ്റമുണ്ട്. ദാറ്റ് ഈസ് 1/2. ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂക്ലിയർ സ്പിന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തരും. ഇനി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആളുകളുടെ കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവരൊക്കെയാണ് ചോദിക്കുക. ആൻഡ് കമ്മിങ് ബാക്ക്, ഇവിടെ നമ്മളോട് ചോദിക്കുക യെസ് നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് ആണ്. ശ്രദ്ധിക്കണേ, ഇതെന്തിനാ വരച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിക്കും, അതായത് എച്ച് റാഡിക്കലിൽ എത്ര നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കും. നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ്. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എത്ര ലൈൻസ് ഉണ്ടെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊരു സെലക്ഷൻ റൂൾ ഉണ്ട് മക്കളെ. സെലക്ഷൻ റൂൾ ഉണ്ട്. ഓക്കെ, സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഡെൽറ്റ എം എസ് എന്ന് പറയുന്നത് +or-1 ആയിരിക്കണം. ഇനി ഡെൽറ്റ എം ഐ ആകുമ്പോൾ എന്തായിരിക്കണം? ഓക്കെ, 0 ആയിരിക്കണം. ഇതാണ് നമ്മുടെ സെലക്ഷൻ റൂൾ. സിമ്പിൾ അല്ലേ? എന്നിട്ട് ഇവിടെ എത്ര ഹൈപ്പർ ഫൈൻ ലൈൻസ് ഉണ്ടെന്നൊന്ന് നോക്കി നോക്കാം. ഇതാ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ്. നോക്കിക്കോളൂ. എം ഐ 0 ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതാ ഇത് +1/2 ആണ്, ഇത് +1/2 ആണ്. അപ്പോൾ യെസ്, ഇതാ ഒരു ലൈന് ഇങ്ങനെ വരും അല്ലേ? നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഡെൽറ്റ എം ഐ 0 ആണോ? നോക്കി, +1/2 ടു +1/2 0 ആണ്. -1/2 ടു +1/2 എത്രയാണ്? യെസ്, +or-1 ആണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇത് എനിക്ക് വരച്ചുകൂടെ മക്കളെ? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ലൈൻ. ഓക്കെ, ദിസ് ഇസ് മൈ സെക്കൻഡ് ലൈൻ. ഓക്കെ, യെസ്, ദിസ് ഇസ് മൈ സെക്കൻഡ് ലൈൻ. ഓക്കെ, സോ നമുക്ക് എത്ര ലൈൻ ഉണ്ടെന്ന് പറയാം. നോക്കിക്കോളൂ. ഇതാ ദിസ് ഇസ് 1, ദിസ് ഇസ് 2. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് എത്രയാണ്? യെസ്, എച്ച് റാഡിക്കൽ. നമ്മൾ എച്ച് റാഡിക്കൽ എന്നാണ് പറയുന്നത്. എത്രയാണ്? യെസ്, 4H റാഡിക്കൽ. നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് എത്രയാണ്? നമ്പർ ഓഫ് ലൈൻസ് ഇസ് ഈക്വൽ ടു 2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? സിമ്പിളായിട്ട് എനിക്ക് എഴുതിക്കൂടെ? 2. ഓക്കെ, യെസ്, ഒന്ന് ഞാനിത് 2 എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് യുവർ 2. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ലെറ്റ്സ് സേ ഇവിടെ പറയുകയാണ് നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് 20 ഒക്കെ ആണെങ്കിൽ നമ്മൾ 20 ലൈൻ ഇങ്ങനെ വരച്ച് കണ്ടുപിടിക്കാനാണോ? നടക്കത്തില്ല അല്ലേ? പരിപാടി നടക്കത്തില്ല. കാരണം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് 2 ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. ട്രാൻസിഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. 70ഉം 50ഉം 100ഒക്കെ ആണെങ്കിലോ ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ അല്ലേ? അപ്പോൾ നമുക്കൊരു ജനറൽ ഫോർമുല വേണം. ഓക്കെ, ജനറൽ ഫോർമുല ഫോർ ഫൈൻഡിങ് നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പർ ഫൈൻ ലൈൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹൈപ്പർ ഫൈൻ ലൈൻസ് ഇസ് ഈക്വൽ ടു ഓക്കെ ഇസ് ഈക്വൽ ടു 2ni + 1 എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഐ? ഐ റെപ്രസെൻറ്റ്സ് വാട്ട്? ന്യൂക്ലിയർ സ്പിൻ. ഓക്കെ, ന്യൂക്ലിയർ സ്പിൻ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എൻ? എൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ഇക്വിവാലൻറ്റ് ന്യൂക്ലിയർ. നമ്പർ ഓഫ് ഇക്വിവാലൻറ്റ് ന്യൂക്ലിയർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവും, നോൺ ഇക്വിവാലൻ്റ് ആണെങ്കിലോ? അതിന് നമുക്ക് വേറെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ജനറൽ ഫോർമുല ഫോർ നമ്പർ ഓഫ് ലൈൻസ് വെൻ, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വെൻ ഇലക്ട്രോൺ ഇൻറ്ററാക്ട്സ് വിത്ത് വോട്ട്? ഇൻറ്ററാക്ട്സ് വിത്ത് ഇക്വിവാലൻറ്റ് ന്യൂക്ലിയർ. ഇക്വിവാലൻറ്റ് ന്യൂക്ലിയർ അതായത് ഇതെന്താണ്? എൻ ഇൻറ്ററാക്ട് വിത്ത് എൻ ഇക്വിവാലൻറ്റ് ന്യൂക്ലിയർ. അതായത് മക്കൾ ഇത്രേ പറയുന്നുള്ളൂ. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, ഇപ്പോൾ 2 എക്സാമ്പിൾ തന്നെ ഇവിടെ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ഇതാണ്, ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ EPR സ്പെക്ട്രം ഓഫ് CD3 റാഡിക്കൽ. ഓക്കെ, ഇത് ജൂൺ 28 CSIR ചോദിച്ചാണ്. ഓക്കെ,
ബി ആയിപ്പോയി അല്ലേ, CD3 റാഡിക്കൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺ. കാർബണിന്റെ ഐ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെതോ, ഡ്യൂട്ടീരിയത്തിന്റെ ഐ വാല്യൂ എത്രയാണ്? ദിസ് ഇസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് എന്താണ്? ഒരാളാണ്. ഓക്കെ, ഇക്വിവാലന്റ് ന്യൂക്ലിയർ ആണ്. 3 എന്താണ്? 3 ഇക്വിവാലന്റ് ഡ്യൂട്ടീരിയം ആണല്ലേ. 3 ഇക്വിവാലന്റ് ഡ്യൂട്ടീരിയം ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിംപ്ലി വി വിൽ റൈറ്റ് ഫോർ 2Ni+1 എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. അപ്പോൾ എന്തായിരിക്കും? ഒന്നാലോചിച്ച് നോക്കി. 2N എത്രയാണ്? 3. ഓക്കെ, ഐ വാല്യൂ എത്രയാ? ഡ്യൂട്ടീരിയത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 + 1 എത്രയായി? 6 + 1 എത്രയായി? 7 ലൈൻസ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞ് നമ്പർ ഓഫ് ലൈൻസ് എന്നൊക്കെ പറയത്തുള്ളൂ. EPR ആണ് പറഞ്ഞിരിക്കുന്നത്, ESR അല്ല, EPR ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ESR EPR സെയിം തന്നെയാണ് കേട്ടോ, ഞാൻ പറയുന്നതാണ്. ESR അല്ലെങ്കിൽ EPR എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്തായി? 7 ലൈൻസ്. ഓക്കെ, 2018 വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, ഇതേപോലെയാണ് നിങ്ങളോട് ചോദിക്കുക. ലെറ്റ്സ് സേ CH3 റാഡിക്കൽ. ഓക്കെ, CH3 റാഡിക്കൽ ആണെന്ന് വിചാരിക്കുക. അഗെയിൻ ഇതിൻ്റെ ഐ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇതിൻ്റെ എത്രയാണ് മക്കളെ? 1/2 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? 2Ni+1 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 × 3 1/2 + 1 എത്രയാണ്? ദാറ്റ് ഈസ് അഗെയിൻ 4 ലൈൻസ് എന്ന് വരും അല്ലേ. ഇവിടെ എത്ര ലൈൻസ് ആയിരിക്കും? 4 ലൈൻസ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. 2017 എന്താ ചോദിച്ചത്? ഓക്കെ, R3GE. ഓക്കെ, R3GE എന്താ ചോദിച്ചത്? ട്വൈസ് ആണല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. R3 ഓൺ ഫോട്ടോളിസിസ് ഗിവ്സ് എ റാഡിക്കൽ. അപ്പോൾ ഫോട്ടോളിസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ റാഡിക്കൽ ഫോം ചെയ്യണം. നമുക്ക് റാഡിക്കൽ ഫോം ചെയ്യാം. ഓക്കെ, സോ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. R3GE. ഓക്കെ, gives a radical which shows ESR spectrum. Okay, the ESR signal carrying the signature of ആരാണ്? ജർമേനിയത്തിനാണ്. ജർമേനിയത്തിൻ്റെ ഐ വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വേറെ ഏതെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ അവർ ഐ വാല്യൂ ജനറലി എന്ത് തരും? നമുക്ക് തന്നിരിക്കും. ഐ വാല്യൂ എത്രയാണ്? യെസ്, 9/2 ആണ്. അപ്പോൾ എത്ര ലൈൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഒരു ഇക്വാലന്റ് ന്യൂക്ലിയ ആണ്, ഒരു ന്യൂക്ലിയ ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ദാറ്റ് ഈസ് 2Ni+1 കൊടുത്താൽ മതി അല്ലേ. എന്താണ്? 2 × ജർമേനിയം 1 ആണ് അല്ലേ. എന്താണ്? 9/2 + 1 എത്ര ലൈൻസ് വരും? യെസ്, ദാറ്റ് ഈസ് 10 ലൈൻസ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നേരത്തെ പറഞ്ഞ എച്ച് റാഡിക്കലിൻ്റെ കേസും നമുക്ക് ഇതേപോലെ എഴുതാം അല്ലേ. എങ്ങനെയായിരിക്കും? എച്ച് റാഡിക്കൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ എച്ച് റാഡിക്കൽ 2 എന്ന് കിട്ടിയല്ലേ. അതെന്താ പറയാത്തതെന്ന് വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾ. എച്ച് റാഡിക്കൽ അഗെയിൻ 2Ni+1 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ. 2 × H ഒരാളാണ്, ഒരു ന്യൂക്ലിയസ് ആണ്. ഓക്കെ, 1/2 + 1. അപ്പോൾ എന്തായി? 2 ലൈൻസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ, സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. അതായത് വെൻ I is equal to 1/2. ഓക്കെ, വെൻ I is equal to 1/2 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു ന്യൂക്ലിയസ് ആണുള്ളത്. ഓക്കെ, ഇവിടെ എത്ര ന്യൂക്ലിയസ് ആണുള്ളത്? 1 ന്യൂക്ലിയസ്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണെ 1 ന്യൂക്ലിയസ് ആകുമ്പോൾ എത്ര ലൈൻസ് ആണ്? 2 ലൈൻസ് ആണ്. ഇനി ഞാൻ CH3 നേരത്തെ കാണിച്ചു തന്നു. CH3 റാഡിക്കൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ന്യൂക്ലിയസാണ്? ഓക്കെ, എത്ര ന്യൂക്ലിയസാണ്? 3 ന്യൂക്ലിയസ് അല്ലേ. 3 ന്യൂക്ലിയായി എന്ന് എഴുതാം. അപ്പോൾ 2Ni+1 നിങ്ങളൊന്ന് നോക്കിയേ. എങ്ങനെയായിരിക്കും? 2 × 3 × 1/2 + 1 എത്രയാടാ? ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എത്ര ലൈൻസ് കിട്ടി? 4 ലൈൻസ് കിട്ടി. ഓക്കെ, അപ്പോൾ 3 ന്യൂക്ലിയർ വരുമ്പോൾ എത്ര ലൈൻസാണ്? 4 ലൈൻസ്. ഒരു ന്യൂക്ലിയർ വരുമ്പോൾ 2 ലൈൻസ്. ഇനി 4 ന്യൂക്ലിയസ് വരുമ്പോൾ എത്ര ലൈൻസ് ആയിരിക്കും? 5 ലൈൻസ്. അതായത് ഇൻ സിമ്പിൾ ടേംസിൽ ഞാൻ പറയും, വെൻ I is equal to 1/2 ന്യൂക്ലിയർ സ്പിൻ 1/2 ആണെങ്കിൽ മക്കളെ n ന്യൂക്ലിയായി പ്രസൻ്റ് ആണെങ്കിൽ ഓക്കെ, നമ്പർ ഓഫ് ലൈൻസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ലൈൻസ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യാം, ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, n + 1 ലൈൻസ് ഉണ്ടാകും.
ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാനിത് വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ്, വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം. ലെറ്റ്സ് സേ വി ഹാവ് സംതിങ് ലൈക്ക് ദിസ്. നോക്കിക്കോളൂ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ബെൻസീൻ റാഡിക്കൽ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇവിടെയൊക്കെ എന്താണ്? ഇത് റാഡിക്കലാണ്. ഇവിടെയൊക്കെ എന്താണ്? ഹൈഡ്രജൻ എന്താണ്? ഇക്വിവാലൻ്റ് ആണല്ലേ? യെസ്, ഈ ഹൈഡ്രജന് ഇക്വിവാലൻ്റ് ആണ്. ഓൾ ഹൈഡ്രജൻസ് ആർ ഇക്വിവാലൻ്റ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 6 ഹൈഡ്രജൻസ് ഉണ്ട്. 6 ഹൈഡ്രജൻസ് പ്രസൻ്റ് ആണ്. ആൻഡ് വി നോ ദാറ്റ് എന്താണ് ഹൈ വാല്യൂ, ന്യൂക്ലിയർ സ്പിൻ വാല്യൂ എത്രയാണ്? 1/2. അപ്പോൾ 6 ഹൈഡ്രജൻ പ്രസൻ്റ് ആണെങ്കിൽ സിംപ്ലി എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഓക്കെ, 7 ലൈൻസ്. അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സമയം പോകുന്നേ ഉള്ളൂ. ഓക്കെ, 6 × 1/2 + 1. അതായത് ബേസിക്കലി മക്കളെ ഇതാണ് നമ്മുടെ 2 ഓൾറെഡി ഉണ്ട് അല്ലേ? ഐ വാല്യൂ 1/2 ആണ്. ഇവർ രണ്ടുപേരും എന്തായിക്കോളും? ക്യാൻസൽ ആയിക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെഴുതിയാൽ മതി? n ഇക്വാലന്റ് ന്യൂക്ലിയസ് ആണ് വെൻ ഏതാണ്? ഐ. എപ്പോഴും പോയി അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഐ എപ്പോഴാണ്? ഐ 1/2 ആകുമ്പോഴാണ് സ്പെസിഫിക്കലി പറയുന്നത്. എത്രയായിരിക്കും? യെസ്, n+1 ലൈൻസ് ആയിരിക്കും. ഇനി നിങ്ങളുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നോൺ ഇക്വാലൻ്റ് ന്യൂക്ലിയർ ആകുമ്പോൾ എന്തായിരിക്കും സംഭവം? ഇതും നമുക്ക് പറയാം. നമ്പർ ഓഫ് ലൈൻസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ ഓഫ് ലൈൻസ് ഇസ് ഈക്വൽ ടു ഇക്വാലൻ്റ് ന്യൂക്ലിയർക്ക് എന്തായിരുന്നു? 2ni + 1. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ n1 i1 എന്ന് സ്പെസിഫൈ ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമതൊരാളുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എഴുതും. ഓക്കെ, 2 പ്രാവശ്യം എഴുതും, എന്നിട്ട് ഇവരെ സ്പെസിഫൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ, n2 i2. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, CH3CH2 റാഡിക്കൽ അൺപെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും ദിസ് ഈസ് 1 ടൈപ്പ്, HA ടൈപ്പ് അല്ലേ? ഇതെന്താണ്? HB ടൈപ്പ്. ആൻഡ് വി നോ ദാറ്റ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് 3 ഹൈഡ്രജൻ ആണ് അല്ലേ? 3 ഹൈഡ്രജൻ ആകുമ്പോൾ ഐ വാല്യൂ 1/2 ആണ്. അപ്പോൾ എത്ര ലൈൻസാ? 4. ഓക്കെ, ഇതെത്രയാ? 2. അപ്പോൾ എത്രയാണ്? 4 × 3 12 ലൈൻസ് എന്ന് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണോ? ഇക്വേഷനിലും അപ്ലൈ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഐ മീൻ മാക്സിമം ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് മെൻ്റലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 2 × n എത്രയാണ്? ഇതെടുത്തോ, 2 1/2 + 1. ഓക്കെ, ദിസ് ഈസ് ഫോർ വാട്ട്? HA. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, വിൽ ഗെറ്റ് 3 എന്ന് കിട്ടും. 3 × ഇനി എന്താ അടുത്തത് പറഞ്ഞോ? അടുത്തത് എങ്ങനെയായിരിക്കും? 2 × 3 അല്ലേ? 3 1/2 + 1. ഓക്കെ, 3 × 4 എത്ര തന്നെയാണ്? സെയിം തന്നെയാണ്. എത്രയാണ്? 12 ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? n+1 ലൈൻസ് എടുത്താൽ മതി. ഓക്കെ, ഇനി ലെറ്റ്സ് ഞാൻ പറയുകയാണ് NH2 റാഡിക്കൽ. ഇതും CSIR-ന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ NH2 റാഡിക്കൽ, അപ്പോൾ ഇവിടെ രണ്ടാളുണ്ട് അല്ലേ? ഇപ്പോൾ നൈട്രജൻ 14ൻ്റെ ഐ വാല്യൂ എത്രയായിരുന്നു? ഓക്കെ, ദാറ്റ് ഈസ് 1. ഓക്കെ, 1 ആയിരുന്നു. ഇനി ഹൈഡ്രജൻ്റെതോ? ദാറ്റ് ഈസ് 1/2. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ലൈൻസ് ഇസ് ഈക്വൽ ടു, നോക്കിക്കോളെ, ഇവിടെ ഞാൻ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. 2 × നൈട്രജൻ്റെ ആദ്യം ഞാൻ എഴുതുകയാണ്. എന്തുകൊണ്ട് ഞാൻ ആദ്യം എഴുതുന്നത് എന്നുള്ളത് പറയാം. 2 × നൈട്രജൻ്റെത് 1. ഒരു നൈട്രജൻ ആണുള്ളത്, ഐ വാല്യൂ 1 ആണ്. +1. ഓക്കെ, 2ni + 1 × 2 × ഹൈഡ്രജൻ എത്രയാണ്? ഇത് നൈട്രജൻ്റെത്. ഓക്കെ, ഇത് ഹൈഡ്രജൻ്റെത്. ഹൈഡ്രജൻ എത്രയാണ്? 2. ഓക്കെ, 2 × 1/2 + 1. ഓക്കെ, സോ എന്ത് കിട്ടും? 3 × എന്ത് വരും? യെസ്, 3. എത്ര വരും? 9 ലൈൻസ് എന്ന് നമുക്ക് കിട്ടും. ഇനി എന്തുകൊണ്ട് ആദ്യം ഇത് എഴുതിയെന്ന് പറഞ്ഞാൽ, അതായത് ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ? അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെയും ഇതൊരു ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ദിസ് ഇസ് മൈ A ആൻഡ് ദിസ് ഇസ് മൈ B. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ സ്പിൻ എന്താണ്? ഡിഫറൻ്റ് ആണ് അല്ലേ? ഇവിടെ ന്യൂക്ലിയർ സ്പിന്ന് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാകും, ആദ്യം ഈ അൺപെയർഡ് ഇലക്ട്രോൺ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും? നൈട്രജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഹൈഡ്രജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമോ? കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ കയ്യിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ന്യൂക്ലിയസ് ആണുള്ളത് അല്ലേ? നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. ഇത് ആരുടെ കൂടെ ആദ്യം ഇൻട്രാക്ട് ചെയ്യും? നൈട്രജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഹൈഡ്രജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമോ? അപ്പോൾ നമ്മൾ പറയും ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്. ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, എ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? യെസ്, എ. ആർക്കാണോ കൂടുതൽ
അവരുമായിട്ട് ആദ്യം ഇൻട്രാക്ട് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഇത് നമുക്ക് ഇൻറ്റൻസിറ്റി ഒക്കെ വരച്ച് കണ്ടുപിടിക്കണം കേട്ടോ, അതൊക്കെ നമുക്ക് ചെയ്യാം. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ജനറലി പറയുകയാണെങ്കിൽ ആർക്കാണോ ഐ വാല്യൂ കൂടുതൽ അവർക്ക് എന്തായിരിക്കും, ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും. ഓക്കെ, ജനറലി ഗ്രേറ്റർ ദ ഐ വാല്യൂ, ഓക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, ഗ്രേറ്റർ ദി ഐ വാല്യൂ ഗ്രേറ്റർ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റന്റ് ജനറലി. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവരുടെ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 9 ലൈൻസ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവരുടെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ അടുത്ത പരിപാടി, അതാണ് രസമുള്ള പരിപാടി. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയയാണ് ഇൻറ്റൻസിറ്റി റേഷ്യോ ESR ലൈൻസ്. അപ്പോൾ അത് ഞാൻ പറയുകയാണ്, I is equal to 1/2. ഓക്കെ, അതാ പറയുന്നത് ഇത്രയാണ്, വെൻ ഇലക്ട്രോൺ interact with ന്യൂക്ലിയർ സ്പിൻ ഓഫ് 1/2. അപ്പോൾ ഇവരുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ദ ഇൻറ്റൻസിറ്റി ഫോളോസ് പാസ്കൽ ട്രയാങ്കിൾ. ഇനി വെൻ ഐ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1/2, ശ്രദ്ധിക്കണം, വെൻ ഐ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ intensity ratio follows intensity ratios ആണ് കേട്ടോ, ratio follows what, non Pascal triangle. ഓക്കെ, നോൺ പാസ്കൽ ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഒരു ഷോർട്ട് ട്രിക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഇൻറ്റൻസിറ്റി റേഷ്യോസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻറ്റൻസിറ്റി റേഷ്യോ, ഓക്കെ, ആദ്യം നമുക്ക് ആരുടെ കേസ് പറയാം, വെൻ I is equal to 1/2 and it follows what, Pascal's triangle. ഓക്കെ, പാസ്കൽ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണ്, ലെറ്റ്സ് സേ നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ഓക്കെ, നമ്പർ ഓഫ് ലൈൻസ്, ഇങ്ങനെ പറയാം, നമ്പർ ഓഫ് ലൈൻസ് ഞാൻ ഇങ്ങനെ എഴുതുകയാണേ. കേട്ടോ, എനിക്കോ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂക്ലിയൈ എന്തായാലും ഉണ്ടാകും അല്ലേ, അൺപെയ്ഡ് ഇലക്ട്രോൺ ആരുമായിട്ട്, ഒരു ന്യൂക്ലിയസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണ്ടേ, അങ്ങനെയാണെങ്കിലല്ലേ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 1. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത്, I is equal to 1/2 ആണ്. നമ്പർ ഓഫ് ന്യൂക്ലിയൈ 1 ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, n+1 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. വിച്ച് മീൻസ് ഇവിടെ എത്ര ഉണ്ടാകും, നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് 2 ആണ്. എത്രയാണ്, 2 ആണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം, വെൻ n is equal to 1, അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ whatever is the nuclear spin, ഓക്കെ, അതായത് ന്യൂക്ലിയർ സ്പിൻ എന്തുമാവാം, അതായത് I is equal to 1/2, 3/2, 1 എന്തുമായിക്കോട്ടെ, the intensity ratio always follows. The intensity ratio is what? Ratio is equal to, എങ്ങനെ എഴുതാം, 1:1:1:1 ഇങ്ങനെ പോകും. അതായത് പറയുന്ന ഇത്രയേ ഉള്ളൂ മക്കളെ, ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ന്യൂക്ലിയർ, എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 1 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ്, 2. അതായത് നമുക്ക് ഇവരുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:1 എന്ന് എഴുതാം, കാരണം 2 ലൈൻസ് ആണുള്ളത്. ന്യൂക്ലിയൈ 1 ആണെങ്കിൽ വെൻ n is equal to 1 എപ്പോഴും എന്തായിരിക്കും, 1:1:1 എന്നുള്ള രീതിയിൽ പോകും. ഇവിടെ ഇപ്പോൾ എത്ര ലൈൻസ് ആണുള്ളത്, 2. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1. ഓക്കെ, ഇനി നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ്, 2 ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1 കുറച്ചിട്ടുള്ള 0 ഇടും, അതായത് ഓരോ 0 ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ആഡ് ചെയ്യും, അതായത് 2 ആണല്ലോ, അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് ആഡ് ചെയ്യുക, 0, 1 എത്ര കിട്ടി, 1 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ഇവിടെ എന്താണ്, 1ഉം 1ഉം, ഓക്കെ, 2 എണ്ണം വെച്ചിട്ട് ആഡ് ചെയ്യുക, 2. ഇനി അടുത്തത് ആഡ് ചെയ്യുക, എന്ത് കിട്ടി, ഇങ്ങനെ കിട്ടും. അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയർ 2 ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ്, 3. അപ്പോൾ എന്ത് കിട്ടി, 1:2:1 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 zeros ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓക്കെ, ഐ ഷുഡ് റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ
എന്തായിരിക്കും എൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്? നോക്കിയേ, ഈ 0യും 1ഉം ആഡ് ചെയ്യുക, എത്രയായി? 1. ഓക്കെ, ഇനി അടുത്തത് 1ഉം 2 ആഡ് ചെയ്യുക, എന്തായി? 3. ഓക്കെ, ഇനി എന്താ? ഈ 2ഉം 1ഉം ആഡ് ചെയ്യുക, എത്രയായി? 3. ഇനി അടുത്തെന്താ? ഈ 1ഉം 0 ആഡ് ചെയ്യുക, എത്രയായി? 1. ഓക്കെ, അഗെയിൻ ഇത് ആർക്കുള്ളതാണ്? യെസ്, ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്ര ആളുണ്ടാവും? 3 ന്യൂക്ലിയൈ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് എത്രയായിരിക്കും? 4. ഇനി നിങ്ങൾ പറയുന്നു നമ്പർ ഓഫ് ന്യൂക്ലിയൈ 4 ആണെങ്കിൽ, വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അപ്പം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുക? 0 0 ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 0യും 1ഉം ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? യെസ്, 1 എന്ന് കിട്ടും. എന്നിട്ട് ഇനി എന്തായിരിക്കും? 1ഉം 3യും ആഡ് ചെയ്യുക, എത്രയാണ്? 4. ഓക്കെ, ഈ 3യും 3യും ആഡ് ചെയ്യുക, എത്രയാണ്? 6. 3യും 1ഉം ആഡ് ചെയ്യുക, 4. ഓക്കെ, ഇനി എന്താണ്? 1ഉം 0ഉം 1. ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ്? 2. അപ്പോൾ നമ്മൾ ഓരോ 0 വെച്ചിട്ട്, അതായത് 2ൽ നിന്ന് 1 കുറക്കുക, 1. ഓരോ 0 ലെഫ്റ്റിലും റൈറ്റിലും ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ 2 ആളെ ആഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ ചെയ്യണമെങ്കിലോ? നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് 5 ആണ്. നമ്പർ ഓഫ് ലൈൻസ് എത്ര ഉണ്ടാകും? 6 ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? യെസ്, 6 ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക? ഇതേപോലെ ആഡ് ചെയ്ത് പോവാം. ആദ്യം എന്ത് ചെയ്യുക? 0യും 1ഉം ആഡ് ചെയ്യുക, എത്രയായി? 0യും 1ഉം 1 ആണ്. 1ഉം 4ഉം എത്രയായി? 5 ആണ്. ഓക്കെ, ഇനി 4ഉം 6ഉം എത്രയാണ്? 10. എഗെയിൻ 4ഉം 6ഉം എത്രയായി? 10. ഓക്കെ, ഇനി 4ഉം 1ഉം എത്രയാണ്? 5. 1ഉം 0ഉം എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. എത്ര ലൈൻസ് ആയി ഇവിടെ? ഇവിടെ നോക്കിക്കോളൂ, 3ഉം 3ഉം 6 ലൈൻസ്. ഓക്കെ, 6 ലൈൻസ്. ഇവിടെ നോക്കി, 3ഉം 2ഉം 5. ഈ 5 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി, ഒരു മിനിറ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഈ 5 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് മക്കളെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ്? 1:4:6:4:1. ഓക്കെ, 3ഉം 2ഉം 5. ഇനി ഈ 6 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? 1:5:10:10:5:1. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, 5 ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? 6 ലൈൻ ഉണ്ടാകും. ഈ 6 ലൈനിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 1:5:10:10:5:1. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഇതാണ് നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ, പ്രോബ്ലംസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഒരു കേസും കൂടെ ഉണ്ട് അല്ലേ? കേസ് 2. അതായത് വെൻ I is greater than 1, 1/2. വെൻ I is equal to 1 ആണെങ്കിൽ 1ഉം അതേപോലെ 3/2 ആണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസസ് ആണ് വരുന്നത്. n is equal to, ഇത് നമ്പർ ഓഫ് ന്യൂക്ലിയൈ n. ഓക്കെ, ഇതെന്താണ്? ടോട്ടൽ ലൈൻസ്. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ലൈൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2ni+1 ആണല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇവിടെ 1 ആണെങ്കിൽ എന്ത് വരും? ഇവിടെ 3 എന്ന് വരത്തില്ലേ? ഇവിടെ 3 എന്ന് വരും. അപ്പോൾ ഇൻറ്റൻസിറ്റി റേഷ്യോ എങ്ങനെ വരും? ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്, നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഇൻറ്റൻസിറ്റി റേഷ്യോ നോക്കൂ, ഇതാണ് 3 ലൈൻസ് ആണല്ലേ? നമുക്ക് എത്ര കിട്ടി? 3 ലൈൻസ്. ആൻഡ് നേരത്തെ പറഞ്ഞ അതേ സംഭവം ഞാൻ പറയുകയാണ്. വെൻ n is equal to 1, വാട്ട് എവർ ഈസ് ദ ന്യൂക്ലിയർ സ്പിൻ, എന്തോ ആയിക്കോട്ടെ, ദ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്തായിരിക്കും? 1:1:1. അപ്പോൾ ഇവിടെ എന്താണ്? 3 ലൈൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. n എത്രയാ? n നമ്പർ ഓഫ് ന്യൂക്ലിയസ് 1 ആണെങ്കിൽ ഇൻറ്റൻസിറ്റി റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1:1:1 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ 3 എഴുതിയത്? കാരണം എനിക്ക് 3 ലൈൻസ് ആണുള്ളത്. ഇനി ഞാൻ എത്ര സീറോസ് ആഡ് ചെയ്യണം? അത് നിങ്ങൾ പറയും. എത്ര സീറോസ് ആഡ് ചെയ്യണം? 2 സീറോസ് ആഡ് ചെയ്യണം അല്ലേ? കാരണം ലെഫ്റ്റിലും റൈറ്റിലും 2 സീറോ. കാരണം ഞാനിവിടെ 2 ഇത് കിട്ടിയപ്പോൾ 1 സീറോ ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 സീറോസ് ആഡ് ചെയ്യുന്നു. ഇനി നമ്പർ ഓഫ് ന്യൂക്ലിയസ് 2 ആണെങ്കിൽ നിങ്ങളിവിടെ 2 പുട്ട് ചെയ്തോളൂ. എത്രയായിരിക്കും? 2 × 2 4. 4 × 1 4 + 1 എത്രയായിരിക്കും? 5 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നിന്നാണേ. ഓക്കെ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 × 2 എത്രയായിരിക്കും? 4. 4 + 1 എന്തായിരിക്കും? 5. അപ്പോൾ 5 ആണ് ആദ്യത്തെ. ടോട്ടൽ ലൈൻസ് എത്രയായിരുന്നു? 3. അപ്പോൾ ആദ്യത്തെ 3 പേരെ ആഡ് ചെയ്യുക. എത്രയാണ്? 0 0 1. അപ്പോൾ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്തു? അടുത്ത 3 പേരെ ആഡ് ചെയ്യുക. 0 1 1 എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, എത്ര ലൈൻസ് വേണം നമുക്ക്? 5 ലൈൻസ് വേണം. ഓക്കെ, അപ്പോൾ
ഇവർ ആഡ് ചെയ്തു. ഇനി അടുത്തത് 1 1 1 എത്രയായി? 3. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഇതാ ഈ 3 പേരെ 2. ഇനി എന്താ? ഈ 3 പേര് 1 0 0 എന്താണ്? അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? എന്താ പറഞ്ഞിരിക്കുന്നത്? 5 ലൈൻസ് കിട്ടി. ഐ വാല്യൂ 1 ആകുമ്പോൾ ശ്രദ്ധിക്കണം, ഐ വാല്യൂ 1 ആകുമ്പോൾ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ്. എത്ര ലൈൻസ് ഉണ്ട്? യെസ്, 5 ലൈൻസ് ഉണ്ട്. 5 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് 1:2:3:1. ഓക്കെ, ഇനി നമ്പർ ഓഫ് ന്യൂക്ലിയൈ 3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എത്രയാണ്? 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായിരിക്കും? 2 × 3 6 × 1 + 1 എത്രയായിരിക്കും? 7 ലൈൻസ് ഉണ്ടാവും. അപ്പോൾ 7 ലൈൻസ് ഉണ്ടാകുമ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? 0 0 ആഡ് ചെയ്യുക, 2 zeros ആഡ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 3 പേരെ ആഡ് ചെയ്യുക. എന്തായിരിക്കും? 1 എന്ന് കിട്ടും. 7 ആളുകളുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ആദ്യത്തെ 3 പേരെ ആഡ് ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ 3 ലൈൻസാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ 3 പേരെ ആഡ് ചെയ്യുക. 1. ഇനി ഇയാളെ 0 1 2 അപ്പോൾ എത്രയായി? 3. ആദ്യത്തെ ഇവരെ 1 2 3 എത്രയാണ്? 3 2 5 1 6. ഓക്കെ, അടുത്തത് നമ്മൾ ഇവരെയാണ് ആഡ് ചെയ്തത് അല്ലേ? ഇനി എന്തായിരിക്കും? 2 3 5 2 7. ഓക്കെ, 7. ഇനി 3 2 5 6. ഓക്കെ, 3 1 എന്നുള്ള രീതിയിൽ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പോവാം. ഓക്കെ, അപ്പോൾ 7 ലൈന് വരുമ്പോൾ നമ്മുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ ഇങ്ങനെയാണ് 1:2. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. 1 2 3 4 5 6 7 7 ലൈൻസ് ഉണ്ട്. അവരുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ലെറ്റ്സ് സേ നമ്മൾ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 4 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? എത്ര ലൈൻസ് ആയിരിക്കും? യെസ്, 9 ലൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ 9 ലൈൻസിൻ്റെയും നമുക്ക് എഴുതാം. ഇതാ ആദ്യത്തത് എന്ത് ചെയ്താൽ മതി? 3 പേരെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 1 ഇവിടെ എന്തായിരിക്കും? 4. ഇനി അടുത്തത് 10 അല്ലേ? 10 1 3 6 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. എത്രയായി? 10. ഇനി എന്തായിരിക്കും? 3 6 9 9 7 എത്രയാണ്? 16. പിന്നെ എന്താണ്? ഇതാ 6 6 12 7 എത്രയാണ്? 19 എന്ന് കിട്ടും. പിന്നെ 7 6 13 16 അല്ലേ? 7 6 13 16. യെസ്, 6 3 9 1 10 ആൻഡ് ദെൻ വാട്ട്? യെസ്, 4 ആൻഡ് ദെൻ വാട്ട്? 1 എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങോട്ട് എഴുതാം. ഇതാണ് 9 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇതാ 3 6 ആൻഡ് 9. ഓക്കെ, 1:4:10 16 19 16 10 4:1 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി വെൻ ഐ ഇസ് ഈക്വൽ ടു 3/2 ഇതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. വെൻ ഐ ഇസ് ഈക്വൽ ടു 3/2 ഞാൻ നേരത്തെ വേണമെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് തരാം, ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് കാര്യം. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കാം. 4 4 ന്യൂക്ലിയസ് എത്രയാണ്? യെസ്, നമുക്ക് 9 ഇൻറ്റൻസിറ്റി റേഷ്യോ ഉണ്ടാകും. ഓക്കെ, യെസ്. ഇനി ഐ ഇസ് ഈക്വൽ ടു 3/2 ആകുമ്പോൾ ഇതേപോലെ തന്നെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? യെസ്, 2ni+1 കൊടുക്കണം അല്ലേ? നമ്പർ ഓഫ് ന്യൂക്ലിയൈ എന്ത് കൊടുക്കുന്നു? ഞാൻ 1 കൊടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? ലൈൻസ് എന്ന് പറയുന്നത് 2ni+1 ആയിരിക്കും അല്ലേ? അപ്പോൾ 2ni+1 എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 × 1 ന്യൂക്ലിയൈ. ഓക്കെ, 3/2 + 1 അല്ലേ? 2 2 എന്ത് ചെയ്യും? ക്യാൻസലായി. അപ്പോൾ എത്രയായിരിക്കും? 4 എന്ന് നമുക്ക് വരും. നമ്പർ ഓഫ് ലൈൻസ് എത്രയായിരിക്കും? 4. അപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയൈ 1 ആണെങ്കിൽ 4 ലൈൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1:1:1:1 എന്നുള്ള രീതിയിൽ എഴുതും. എത്ര സീറോസ് ആഡ് ചെയ്യണം? നിങ്ങൾ തന്നെ പറഞ്ഞു. 1 2 3 zeros ആഡ് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞൂടെ? 3 zeros ആഡ് ചെയ്യണം. എന്നിട്ട് ആദ്യത്തെ എത്ര പേരെ ആഡ് ചെയ്യണം? യെസ്, 4 പേരെ ആഡ് ചെയ്യണം അല്ലേ? കാരണം 3 0 ആഡ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ആദ്യത്തെ 4 പേരെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയൈ 2 ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പോയി 2 × 2 3/2 + 1 എത്രയായിരിക്കും ഇവിടെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, 2 2 എന്ത് ചെയ്യും? യെസ്, ക്യാൻസൽ ചെയ്യും. 7 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ ആദ്യത്തെ 4 പേരെ ആഡ് ചെയ്യുക എന്തായിരിക്കും? യെസ്, 1. ഇനി അടുത്ത 4 പേരെ ആഡ് ചെയ്താൽ ദിസ് ഇസ് 2 റൈറ്റ്? ഇനി അടുത്ത എന്താണ്? 3. ഓക്കെ, ദെൻ വാട്ട്? 4 എന്ന് വരും. ദെൻ ഇത് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും അല്ലേ? 3:2:1 എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്യും. ഇനി അടുത്തത് 3 പേരാണെങ്കിൽ എന്തായിരിക്കും? യെസ്, 3 × 3 9 + 1 എന്തായിരിക്കും? 10 ലൈൻസ് നമുക്ക് കിട്ടും. ഓക്കെ,
എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 zeros ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ 4 പേര് ആഡ് ചെയ്യുക, എത്രയായി? 1. ദാറ്റ് ഈസ് 1. സോറി ഫോർ ദിസ്. ഓക്കെ, 1 എന്ന് കിട്ടി. അടുത്തെന്തായിരിക്കും? അടുത്ത 4 പേര് ആഡ് ചെയ്താൽ ഇതാ ഇതങ്ങ് മായ്ക്കുക. അടുത്ത 4 പേര് 2, ഇതാ എത്രയായി? 4. എത്രയായി? 3. ഇനി ഇവിടെ എത്രയായിരിക്കും? 6. ഓക്കെ, 6 കിട്ടി. ഇനി അടുത്തത് എത്രയായിരിക്കും? 4ഉം 3ഉം 7ഉം 2ഉം 9ഉം 1ഉം 10. ഓക്കെ, ഇനി എന്തായിരിക്കും? 2 3 5, 5 4 9, 3 12. എഗെയിൻ 12 എന്ന് കിട്ടും. എഗെയിൻ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 12, 10 6 3 1 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും അല്ലേ? ഇൻറ്റൻസിറ്റി റേഷ്യോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക. എത്രയായി? 3ഉം 3ഉം 6, 7, 3 10. 10 ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓൾ റൈറ്റ്, ഇനിയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി റേഷ്യോയുടെ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നത്. ലെറ്റ്സ് സേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നടാ ഒരു NH2 റാഡിക്കൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എങ്ങനെയാണ്? 2ni+, 2 ഡിഫറൻറ്റ് ന്യൂക്ലിയർ സ്പിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2ni+1 ഇൻറ്റു 2ni+1 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. കുഴപ്പമൊന്നുമില്ല. ഇത് 1 1, ഇത് 2 2 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും പറഞ്ഞേ? നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു നൈട്രജൻ്റെ 1 ആണ്, ഐ വാല്യൂ 1 ആണ്. സോ ദാറ്റ് ഈസ് 3 എന്ന് നമ്മൾ എഴുതി. ഇനി ഇത് നൈട്രജൻ്റെത്, ഇതെന്താണ്? ഹൈഡ്രജൻ ഓഫ് കോഴ്സ് 2 ആണ്. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് 3 എന്ന് പെട്ടെന്ന് എഴുതാം. സോ 9 ലൈൻസ്. ഇനി ഇവരുടെ ഇൻറ്റൻസിറ്റി ഇതാണ് നമുക്കിനി എഴുതേണ്ടത്, ദ ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? ആ ഈ അൺപെയ്ഡ് ഇലക്ട്രോണിനെ ആരാദ്യം സ്പ്ലിറ്റ് ചെയ്യും? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, ഇവിടെ നോക്കണം. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ആരാദ്യം സ്പ്ലിറ്റ് ചെയ്യും? ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് ആരേക്കാൾ കൂടുതലാണ്? ഹൈഡ്രജനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അതായത് if different nuclear spin then first ആര് സ്പ്ലിറ്റ് ചെയ്യും? ഫസ്റ്റ് split by the one which has greater a value. ഓക്കെ, അതായത് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ആദ്യം ആരെ സ്പ്ലിറ്റ് ചെയ്യും? നൈട്രജൻ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണേ. അതായത് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ആദ്യം സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതെത്രയാണ്? നൈട്രജൻ എത്രയുള്ളത് നോക്കിക്കോളെ. ഇവിടെയാണ് രസം. NH2 റാഡിക്കൽ എത്രയാണ്? നൈട്രജൻ 1 ആണ് അല്ലേ? NS = 1 ആണ് നൈട്രജൻ്റെ. അപ്പോൾ ഇൻറ്റൻസിറ്റി നമ്പർ ഓഫ് ലൈൻസ് ഇതിൻ്റെ എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഹൈഡ്രജൻ്റെ എത്രയാണ്? 3 ആണ്. അപ്പോൾ നൈട്രജൻ്റെ 3 എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 1:1:1 ആയിരിക്കത്തില്ലേ? കാരണം ന്യൂക്ലിയസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. സോ ദിസ് ഇസ് 1:1:1. ഓക്കെ, ആദ്യം ഇതാര് സ്പ്ലിറ്റ് ചെയ്താണ്? ഇൻറ്റൻസിറ്റി റേഷ്യോ 1:1:1. നൈട്രജൻ സ്പ്ലിറ്റ് ചെയ്യും. ഇനി ആര് സ്പ്ലിറ്റ് ചെയ്യും? ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്യും. നോക്കോളെ, ഹൈഡ്രജൻ എത്രയുണ്ട്? ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയസ് എത്രയാണ്? 2 ആണ്. അങ്ങനെ 2 ആകുമ്പോൾ എത്ര ലൈൻസ് ഉണ്ടായിരുന്നു? 2 ആകുമ്പോൾ ഹൈഡ്രജൻ എത്ര ലൈൻസ് ഉണ്ടാവും? 3 ലൈൻസ് ഉണ്ടാകും. ഓർമ്മയുണ്ടോ? കാണിച്ചു തരാം. എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്? പാസ്കൽ ട്രയാങ്കിൾ. 2 ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ എത്ര നമ്പർ ഓഫ് ലൈൻസ് ആണ്? 3 ആണ്. ആൻഡ് അവരുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1:2:1 ആണ്. ഇവരെന്ത് ചെയ്യും? ഇവർ ഇതിനെ ഫെർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫെർദർ ആയിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 1:2:1 എന്നുള്ള രീതിയിൽ ഫെർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇയാളെയും എന്ത് ചെയ്യും? ഫെർദർ ആയിട്ട് 1:2:1 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. ഇയാളെയും എന്ത് ചെയ്യും? അഗെയിൻ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? എത്ര ഹൈഡ്രജനാണ്? 3 ലൈൻസ് ആണ് അല്ലേ? അപ്പോൾ 1:2:1 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര ലൈൻസ് ആണ്? ടോട്ടൽ എത്ര ലൈൻസ് ആണ്? 9 ലൈൻസ്. അപ്പോൾ ആ ലൈൻസ് ആണ് മക്കളെ. ആ ലൈൻസിൻ്റെ ഓവറോൾ ഇൻറ്റൻസിറ്റി റേഷ്യോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഓവറോൾ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓക്കെ, ദാറ്റ് ഈസ് 1:2
2:1:1:1:2 എന്നുള്ള രീതിയിലായിരിക്കും ഈ കാര്യം വരുന്നത്. അതായത് 9 ലൈൻസിൻ്റെ കാര്യം. ഓക്കെ, യെസ്. ഇനി ഇതേപോലെ ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ ഹൈഡ്രജൻ റാഡിക്കൽ അപ്പോൾ എന്തായിരിക്കും? ഹൈഡ്രജൻ ആണല്ലേ, അപ്പോൾ 2Ni പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും എഴുതാം, +1. ഓക്കെ, എങ്ങനെയായിരിക്കും പറഞ്ഞു? 2:1:1/2 + 1. ഓക്കെ, എന്തായിരിക്കും? 2 ലൈൻസ് എന്ന് കിട്ടും. ഹൈഡ്രജൻ ആണ്. ഐ വാല്യൂ 1/2 ആണെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ എന്തായിരിക്കും? 1:1. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി ഡി ഡ്യൂട്ടീരിയം ആണെങ്കിലോ അഗെയിൻ 2Ni + 1. ഓക്കെ, ഒരാളാണ് ഉള്ളത്. എത്ര ന്യൂക്ലിയസ് ആണുള്ളത്? ഒരു ന്യൂക്ലിയസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? പറഞ്ഞു, 2:1:1 + 1 എന്തായിരിക്കും? 3 ലൈൻസ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരാളാണ് ഉള്ളതെങ്കിൽ ന്യൂക്ലിയർ സ്പിൻ എന്തും ആയിക്കോട്ടെ, ഇൻറ്റൻസിറ്റി റേഷ്യോ എന്തായിരിക്കും? ഓൾവേസ് 3 ലൈൻസ് ആണെങ്കിൽ 1:1:1. ക്ലിയർ ആണേ? ഇനി CH3 റാഡിക്കൽ. ഓക്കെ, CH3 റാഡിക്കൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്ക് അറിയാം ടോട്ടൽ ലൈൻസ് എങ്ങനെ വരും? ടോട്ടൽ ലൈൻസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഐ വാല്യൂ എന്താണ്? 0 ആണ്. കാർബൺ 12. പക്ഷേ ഇയാളുടെ എന്താണ്? ഐ വാല്യൂ ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ, സോ n+1 ലൈൻസ് ആയിരിക്കും. n+1 ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 4 ലൈൻസ് എന്ന് വരും അല്ലേ? 4 ലൈൻസ്. അപ്പോൾ ഹൈഡ്രജൻ്റെതാണ് മക്കളെ 1/2 ആണ്. 4 ലൈൻസ് വരുന്നത് എന്താ നോക്കിയോ? പാസ്കൽ ട്രയാങ്കിൾ ആണ് അല്ലേ? 4 ലൈൻസ് എപ്പോഴാണ് വരിക? യെസ്, 3 ന്യൂക്ലിയർ CH3 ആണ്. 4 ലൈൻസ്. ഇൻറ്റൻസിറ്റി റേഷ്യോ എന്താ? 1:3:3:1. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇത് കോറിലേറ്റ് ചെയ്ത് എഴുതുന്നത് മനസ്സിലാവണം. 1:3:3:1 ഇൻറ്റൻസിറ്റി റേഷ്യോ. ഓക്കെ, ദിസ് ഇസ് യുവർ ഇൻറ്റൻസിറ്റി റേഷ്യോ. ഓക്കെ, ഇനി നിങ്ങൾ ചോദിക്കും CH3 റാഡിക്കൽ അങ്ങനെയാണെങ്കിൽ CD3. ഓക്കെ, CD3 കൂടെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? CD3 റാഡിക്കൽ. ഓക്കെ, ടോട്ടൽ ലൈൻസ് എങ്ങനെ വരും? ടോട്ടൽ ലൈൻസ് ഇസ് ഈക്വൽ ടു ഓക്കെ 2Ni + 1 അല്ലേ? 2 × 3 ഐ എത്രയാ? 1 + 1 എത്രയാണ്? 7 ലൈൻസ് എന്ന് വരും അല്ലേ? ദിസ് ഇസ് 7 ലൈൻസ്. കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കാം. 7 ലൈൻസ് എന്ന് വരും അല്ലേ? ദിസ് ഇസ് 7 ലൈൻസ്. അപ്പോൾ I1 ആണ് 7 ലൈൻസ് 3 വരുമ്പോഴുള്ള ഇൻറ്റൻസിറ്റി റേഷ്യോ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 7 ലൈൻസ് വരുമ്പോൾ നമ്മുടെ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 1 2 3 നിങ്ങൾ എന്ത് ചെയ്തോ? ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോ, മനസ്സിലാക്കി വെച്ചോ. 1 3 6 7 6 3 1 എന്നുള്ള രീതിയിൽ കേട്ടോ. അല്ലെങ്കിൽ ഇത് വീണ്ടും ചെയ്യണ്ടേ? 5 ആകുമ്പോൾ 1 2 3 2 1. ഇതെന്താണ്? 1 3 6 7 എന്നിട്ട് ബാക്കി ഞാൻ കൊടുത്താൽ മതി. ഓക്കെ, എന്തായിരിക്കും? 1:3:6:7 ഇത്രയും പഠിച്ചാൽ മതി. എന്നിട്ട് ബാക്കി എന്താണ്? 6 3:1. ഓക്കെ, ഇൻറ്റൻസിറ്റി റേഷ്യോ ആയി 3 6 1 7. ഇനി രണ്ടുപേരുടെയും കൂടെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സെഷൻ കുറച്ചൊന്ന് ലെങ്തി ആയിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ലെറ്റ്സ് ഞാൻ പറയുകയാണ് CH_D2 റാഡിക്കൽ. ഓക്കെ, അപ്പോൾ ലൈൻസ് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് പറയും? 2 × ഡ്യൂട്ടീരിയം. ആൻഡ് അഗെയിൻ ഡ്യൂട്ടീരിയത്തിൻ്റെ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും? ഹൈഡ്രജനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഐ വാല്യൂ വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരിക്കും? 2 × ഡ്യൂട്ടീരിയം എത്രയാണ്? 2 × 1 + 1. ഓക്കെ, ഇൻറ്റു ആര് വരും? ഹൈഡ്രജൻ്റെ വരും. ഹൈഡ്രജൻ ആകുമ്പോൾ 2 × 1 1/2 + 1. ഓക്കെ, സോ ദിസ് ഇസ് യുവർ 5 ലൈൻസ് ആൻഡ് 2 എത്ര വരും? ടോട്ടൽ എന്ത് വരും? 10 ലൈൻസ് എന്ന് വരും. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? യെസ്. ആൻഡ് ഇതിവിടെ മനസ്സിലാക്കണം, ഇതിൻ്റെ ഐ വാല്യൂ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തിൻ്റെ ഐ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇതിൻ്റെ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം ആര് സ്പ്ലിറ്റ് ചെയ്യും? ഡ്യൂട്ടീരിയം സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഫർദർ ആയിട്ട് ആര് സ്പ്ലിറ്റ് ചെയ്യും? ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നോക്കിക്കോളെ, 5 ലൈൻസ് ആണുള്ളത്. ഐ വാല്യൂ എത്രയാ? 1. അപ്പോൾ ഐ വാല്യൂ 1 ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 1:2 2:3 2:1. ഓക്കെ, അപ്പോൾ അത് ഞാൻ എഴുതുകയാണ്. ആദ്യം എന്ത് ചെയ്യും? യെസ്, 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 1 2 3 ആൻഡ് ദെൻ വാട്ട്? 4 ആൻഡ് ദെൻ വാട്ട്? യെസ്, 5 എന്നുള്ള രീതിയിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു ഇൻറ്റൻസിറ്റി റേഷ്യോ? 1:2 2:3 2:1.
ഇനി ഇവരെന്ത് ചെയ്യും, ഫർദർ ആയിട്ട് ഈ ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്യും. ഇതാരതാണ്? യെസ്, ഡ്യൂട്ടീരിയത്തിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഡ്യൂട്ടീരിയത്തിൻ്റെ സ്പ്ലിറ്റിംഗ്. ഇനി ആര് സ്പ്ലിറ്റ് ചെയ്യും? ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? യെസ്, 2 ലൈൻസ് ആണ് അല്ലേ. ഇവിടെ എന്താണ്? ഹൈഡ്രജൻ്റെ കേസിൽ 2 ലൈൻസ്. 2 ലൈൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1:1 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരെന്ത് ചെയ്യുക? ഫർദർ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. എല്ലാവരും എന്ത് ചെയ്യും? 1:1 എന്നുള്ള രീതിയിൽ ഫർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യട്ടെ, മേ ബി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. യെസ്. സോ ഇതെന്താണ്? ഹൈഡ്രജൻ്റെ സ്പ്ലിറ്റിംഗ് ആണ്. 1:1 1 1 1:1 1 1 1 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓവറോൾ ഇൻറ്റൻസിറ്റി എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? യെസ്, മൾട്ടിപ്ലൈ ചെയ്യേണ്ട വരും. കാര്യം മനസ്സിലാക്കുക. ഓവറോൾ ഇൻറ്റൻസിറ്റി എഴുതുമ്പോൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ നോക്കിക്കോളൂ, ഇവിടെ വരുന്നു, ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 1 1. അപ്പോൾ അതെന്താണ്? 1:1 എന്നുള്ള രീതിയിൽ കിട്ടി. അടുത്ത നോക്കിക്കോളേ. യെസ്, അടുത്ത നോക്കിക്കോളൂ. ഇവിടെ എങ്ങനെയായിരിക്കും? ഇതാ 2 എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 എന്തായിരിക്കും? 2. ഇവിടെ എന്തായിരിക്കും? അപ്പോൾ 2:2. ഓക്കെ, ഇനി എന്തായിരിക്കും? 3 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? 3:3. 3:3. അടുത്ത എന്താ? 2:2. 2:2. ഓക്കെ, അടുത്ത എന്താ? 1:1. കാരണം 1 തന്നെയാണ് അല്ലേ. ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ആവും. ഓക്കെ, 1:1. അപ്പോൾ നമ്മുടെ എന്തായി? 10 ലൈൻസ് ആയി. അപ്പോൾ ഇൻറ്റൻസിറ്റി റേഷ്യോ, യെസ്, ദിസ് ഇസ് അവർ 10 ലൈൻസ് അല്ലേ. 10 ലൈൻസ് ആണ്. അപ്പോൾ ഇതാണ് ഇൻറ്റൻസിറ്റി റേഷ്യോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ 2 4 6 8 10. അപ്പോൾ ഇവിടെയൊന്നും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാതിരുന്നത് ബേസിക്കലി എന്താണ്? ഇതൊക്കെ 1 തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാതിരുന്നത്. മീൻസ് മൾട്ടിപ്ലൈ ചെയ്താലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓൾറൈറ്റ്, ഇനിയുള്ളത് ഒരാളെ കൂടെ ചെയ്തിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. സോ ദാറ്റ് ഈസ് CH2D എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3 ലൈൻസ് ആയിരിക്കും അല്ലേ. സോറി, ആദ്യം എന്ത് ചെയ്യാം? ഡ്യൂട്ടീരിയത്തിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? 2 ഇൻറ്റു ഓക്കെ, എത്രയാ? 1 × 1 + 1. ഓക്കെ, ഇൻറ്റു 2 × N2 ആണല്ലേ. യെസ്, സോ വിൽ ഗെറ്റ് വോട്ട്. ഇവിടെ ഡ്യൂട്ടീരിയത്തിന് എത്ര ലൈനാ? 3 ലൈന്. ഇവിടെയും എത്രയാണ്? 3 ലൈന്. ഹൈഡ്രജൻ്റെത് 3 ലൈൻ. സോ ദാറ്റ് ഈസ് 9 ലൈൻസ്. ഇത് ഡ്യൂട്ടീരിയത്തിൻ്റെതാണ്. ഇത് എന്താണ്? യെസ്, നമ്മുടെ ഹൈഡ്രജൻ്റെതാണ്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റിംഗ് ഒന്ന് വരച്ച് നോക്കാം അല്ലേ. ആദ്യം ആര് സ്പ്ലിറ്റ് ചെയ്യും? യെസ്, ഓഫ് കോഴ്സ് ആര് സ്പ്ലിറ്റ് ചെയ്യും? നമ്മുടെ ഡ്യൂട്ടീരിയം സ്പ്ലിറ്റ് ചെയ്യും. ഡ്യൂട്ടീരിയം നോക്കൂ, ഒരു ന്യൂക്ലിയസ് ആണ്. നമ്പർ ഓഫ് ന്യൂക്ലിയസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി റേഷ്യോ ദാറ്റ് ഈസ് 1:1. ഇനി ആര് സ്പ്ലിറ്റ് ചെയ്യും? ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്യും. ഹൈഡ്രജൻ എത്ര ലൈനാ? 3 ലൈൻ അല്ലേ. ഹൈഡ്രജൻ്റെ 3 ലൈൻ ആകുമ്പോൾ പാസ്കൽ ട്രയാങ്കിൾ. അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 1:2, 2:1. ആൻഡ് എന്ത് ചെയ്യും? 1:2, 2:1. ആൻഡ് അഗെയിൻ ദിസ് ഇസ് വോട്ട് 1:2, 2:1 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. ഓവറോൾ റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ. 9 ലൈൻ എന്ന് പറയുന്നത് 3 3 6 1 9. ഓക്കെ, ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യാം. അപ്പോൾ ഈ സെഷൻ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പക്ഷേ നമ്മുടെ പ്രോബ്ലംസ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ കൂടെ നമുക്ക് നോക്കാനുണ്ട്. അരോമാറ്റിക് വരുമ്പോൾ എന്താണ്, സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് സിമ്പിളാണ്, സിമിലർ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കി കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.